ദിവസവും മദ്യത്തിനടിമയായി, കഞ്ചാവിനടിമയായി മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് മനുഷ്യന് ഒരു മാറ്റം ആവശ്യമാണ് എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ? ഞാൻ പറയും, യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുകയാണ്. ജനിക്കുന്നതിന് മുമ്പ് ചരിത്രം ആരംഭിച്ചവൻ, ജനിച്ചിട്ടും ചരിത്രം തീരാത്തവൻ, മരിച്ചിട്ടും ചരിത്രം തീരാതെ ഇന്നും ഭൂലോകത്തിന്റെ 5 വൻകരയിൽ പ്രസംഗിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ഇത് ചങ്കുറപ്പോടെ പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞാൽ യേശു ആരാണെന്ന് നാം തിരിച്ചറിയണം. യേശുക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് ഒത്തിരി ഉത്തരങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ചില ആളുകൾ പറയും, യേശു മറിയയുടെ മകനാണ്, യേശു യോസേഫിന്റെ മകനാണ്, യേശു അത്ഭുതം ചെയ്യുന്നവനാണ്, യേശു മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. അനേക ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിലും യേശു ആരാണെന്നുള്ള ഒരു യഥാർത്ഥമായ ഉത്തരം എന്ന് പറഞ്ഞാൽ യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്, കർത്താവായ യേശു ക്രിസ്തു എന്ന കാര്യം ഇന്ന് ദേശം മറന്നു പോകരുത്. നിങ്ങൾക്കറിയാമോ, ഡിസംബർ 25-ാം തീയതി ലോകം മുഴുവൻ യേശുവിന്റെ ജനനം കൊണ്ടാടുകയാണ്. ആ കൊണ്ടാടുന്ന സമയത്ത് ഹെബ്രയൻ മാലാഖ വന്ന് പറഞ്ഞൊരു കാര്യമീന മറിയടക്കൽ വന്നിങ്ങനെ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞു, നിന്റെ ഉള്ളത്തിൽ ഒരു ശിശു ഉരുവാകാൻ പോകുകയാണ്, അവന് യേശു എന്ന് പേർ വിളിക്കണം. എന്തുകൊണ്ടാണ് യേശു എന്ന പേർ വരാൻ കാരണം? പറഞ്ഞു, അവൻ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. യേശു എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ ഇന്ന് പകൽ യേശുവിനെ കുറിച്ച് പറയാനുള്ള കാരണം ചോദിച്ചാൽ ഹെബ്രയൻ മാലാഖ പറഞ്ഞു, ഇവൻ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേർ വിളിക്കണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഓരോ കവറുകളോട് നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുന്നത്. ഈ മഴയുടെ കാലത്തും ഈ മഴ നനഞ്ഞു ഞങ്ങൾക്ക് യേശുവിനെ പ്രസംഗിക്കാൻ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ആ യേശുവിന്റെ സ്നേഹത്തിന്റെ കുറിച്ച് എന്തോരം പാടിയാലും പറഞ്ഞാലും തീരുന്നതല്ല യേശു ക്രിസ്തുവിന്റെ മാർഗമെന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. കർത്താവ് യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. എന്തിനാണ് യേശു ഭൂമിയിൽ മനുഷ്യൻ അവതരിച്ചത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, മനുഷ്യന്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. അങ്ങനെ 33 തിരുവയസ്സ് വരെ കർത്താവ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് കർത്താവ് യേശുവിന്റെ ശുശ്രൂഷ ഈ ലോകത്ത് കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ യേശു ക്രിസ്തു മരിക്കണമെന്ന് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു യേശു മരിക്കണമെന്ന്. എന്തുകൊണ്ട് യേശു മരിക്കണം? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു മരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് മനുഷ്യൻ എന്ത് ചെയ്തു? ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അന്ന് മുതൽ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അനേക മലകൾ കയറുന്നു, അനേക നോയമ്പ് നോക്കുന്നു, അനേക സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇവിടെയൊന്നും മനുഷ്യൻ യഥാർത്ഥമായിട്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ കർത്താവ് യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുവാനിട വന്നു. അതിനുശേഷം 33 തിരുവയസ്സ് വരെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കർത്താവ് നിൽക്കുന്ന സമയത്ത് 33 തിരുവയസ്സിൽ യേശു മരിക്കണമെന്ന് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ട് യേശു മരിക്കണം? പാപമില്ലാത്ത ഒരുവൻ മരിച്ചെങ്കിൽ മാത്രമേ പാപത്തിന് പരിഹാരമാവുകയുള്ളൂ. ഇന്ന് പകൽ യേശു കർത്താവിനെ ഗെത്സമനയിൽ വെച്ച് അവർ പിടിച്ചുകൊണ്ടുവന്ന് പീലാത്തോസിന്റെ ഗവത എന്ന കൽസ്ഥലത്തിലേക്ക് യേശു വരുന്നതിന് മുമ്പ് 5 കോടതിയിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. ഒരു കോടതിയും യേശുവിന്റെ മേൽ ഒരു കുറ്റവും കണ്ടില്ല. പിന്നെ പാപമില്ലാത്തവരെ എന്തിനെ ക്രൂശിക്കണം? ഇന്ന് പകൽ സ്നേഹിത മറന്നു പോകരുത്. അങ്ങനെ യേശുവിനെ പീലാത്തോസിന്റെ ഗവത എന്ന കൽസ്ഥലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ്
ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും യഹൂദ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇവനെ ക്രൂശിക്കണം, ഇവനെ ക്രൂശിക്കണം. എന്തുകൊണ്ട് ഇവനെ ക്രൂശിക്കണം? അവര് കാര്യം പറഞ്ഞു, ബറബ്ബാസിനെ ഞങ്ങൾ വിട്ടുതരണം, യേശുവിനെ ക്രൂശിക്കണം. ഇന്ന് പകലില് പാപമില്ലാത്തവനെ ക്രൂശിപ്പാൻ പെരുങ്കള്ളനും ദുഷ്ടനും ക്രൂരനുമായ ബറബ്ബാസിനെ വിട്ടു തന്നിട്ട് അവർ യേശുവിനെ ക്രൂശിപ്പാൻ അവർ ഏൽപ്പിക്കുകയാണ് വന്നു. എന്തുകൊണ്ടാണ് സ്നേഹിത? ഇന്ന് പകൽ മറക്കരുത്. അങ്ങനെ പീലാത്തോസിന്റെ ഗബത എന്ന കാൽത്തളത്തിലേക്ക് കർത്താവ് യേശുവിനെ കൊണ്ടുവന്നു. 39 അടി യേശുവിനെ പുറത്ത് അനുവദിച്ചു. ചൂണ്ടകളും അസ്ഥികഷ്ണങ്ങളും ഈ കെട്ടലോട് നിറഞ്ഞ രണ്ട് ചാട്ടമാടുകളായി 2 പട്ടാളക്കാർ അടുക്കൽ വന്നു. ഒരു ദാക്ഷിണ്യം കൂടാതെ യേശുവിനെ പുറത്തെ ചാട്ടമാടുകൾ അനുവദിച്ചു. അവന്റെ പുറമെല്ലാം ഉഴവചാരുപോലെ അടിച്ചു കീറുവാനിട വന്നു. എന്തിന്? യേശുവിന്റെ പുറം മുഴുവനും ഉഴവചാരുപോലെ കീറുവാൻ കാരണം സ്നേഹിത, എന്റെയും നിന്റെയും സകല പാപത്തെയും സകല രോഗത്തെയും ഏറ്റെടുത്തുകൊണ്ട് പീലാത്തോസിന്റെ ഗബത എന്ന കൽത്തളത്തിൽ നിൽക്കുന്ന ഒരുവരെ കണ്ടോ? അവന്റെ പേരാ കർത്താവായ യേശു. തീർന്നില്ല, മുള്ളുകൊണ്ട് ഒരു മുൾക്കിരീടം യേശുവിന്റെ തലയിൽ അവരടിച്ചിറക്കി. യേശുവിന്റെ മുഖത്ത് ഒരു കറുത്ത തുണി കെട്ടിയിട്ട് യേശുവിന്റെ മുഖത്തവര് ഇടിച്ചു. യേശുവിന്റെ മുഖത്ത് അവർ തുപ്പി. എന്നാൽ ഈ അപമാനം മുഴുവൻ സഹിക്കുന്ന എന്തിനു വേണമെന്ന് ചോദിച്ചാൽ സ്നേഹിത, ഇന്ന് പകൽ നിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി, ഇന്ന് പകൽ നിന്റെ പാപത്തെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരുവരെ കണ്ടോ? അവന്റെ പേരാ യേശു. ഇന്ന് പകലില് നിന്റെ പാപം എത്ര ഭയങ്കരനായാലും, ഇന്ന് ഒന്നോട് പറഞ്ഞാൽ നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും അവനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ. ആ മാർഗത്തിന്റെ പേരാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. ഇന്ന് പകൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ചങ്കുറപ്പോൾ വിളിച്ചു പറയാം, ഇന്ന് പകൽ നിന്റെ രോഗം, നിന്റെ പാപം എത്ര കടും ചുമപ്പായിക്കൊള്ളട്ടെ, ഇനി എനിക്ക് വേണ്ട, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു, ഇനി നാളത്തെ ഇന്ന് രാത്രി അല്ലെങ്കിൽ അടുത്ത ദിവസം നീ ആത്മഹത്യയെ കുറിച്ച് നീ ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ സ്നേഹിത, നീ ആത്മഹത്യ ചെയ്യരുത്. സഹോദരി, നീ ആത്മഹത്യ ചെയ്യരുത്. നിന്നെ അപ്പന് വേണ്ടായിരിക്കാം, ഭാര്യയ്ക്ക് വേണ്ടായിരിക്കാം, ഭർത്താവിന് നിന്നെ വേണ്ടായിരിക്കാം, മക്കൾക്ക് നിന്നെ വേണ്ടായിരിക്കാം, പക്ഷേ യേശുവിന് നിന്റെ ആവശ്യമാണ്. ഇന്ന് പകൽ ഈ ഉച്ചഭാഷയുടെ ഈ മഴ നനയുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇന്ന് വിളിച്ചു വന്ന കാര്യമുണ്ട്. യേശു നിന്നെ സ്നേഹിക്കുക, യേശു നിന്നെ ഒത്തിരി സ്നേഹിക്കുക. അതുകൊണ്ട് നിന്റെ ജീവിതം ഇടയ്ക്ക് വെച്ച് തീർന്നു പോകല്ലെന്ന് ഇന്ന് ദേശത്തോട് വിളിച്ചു പറയുകയാണ്. കർത്താവ് യേശുവിനെ അവസാനം ഒരു പച്ച പൈമര കുരിശുമായി അതാ യെരൂശലേം തെരുവീതിയിലൂടെ കടന്നു. യേശുവിനെ കണ്ടോ? കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ദുരുവുമായി ഒരുവനെ കണ്ടോ? അവനാണ് കർത്താവ് യേശു ക്രിസ്തു. യെരൂശലേം തെരുവീതിയിൽ കൂടി വീണ്ടും എഴുന്നേറ്റു തന്റെ രക്തം മുഴുവനും യെരൂശലേം തെരുവീതിയിൽ കൂടി ചീന്തിക്കൊണ്ട് കടന്നു ഒരുവനെ കണ്ടോ? അവന്റെ പേര് യേശു. ഇന്ന് പകൽ സ്നേഹിത, ഒരു നിമിഷം നീ ആരായിക്കൊള്ളട്ടെ, നിന്റെ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും അറിയണ്ട. ഇന്ന് പകൽ ഞാൻ മനുഷ്യനാണ്, എന്റെ ജീവിതത്തില് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആയിരിക്കുന്ന ഒരു മകനാണോ? ഇന്ന് പകൽ ആ യേശുവിനെ ഹൃദയമായി സ്നേഹിക്കുക. അതാ യെരൂശലേം തെരുവിൽ കടന്നു പോകുമ്പോൾ അനേക സ്ത്രീകൾ യേശുവിന്റെ അടുക്കൽ കരഞ്ഞുകൊണ്ടിരുന്നു. കരയുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളെ തലമുറയെ ചൊല്ലി കരയുവി. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ പേര് പറഞ്ഞ ആരും കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട, പിന്നെയോ നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം. ഇന്ന് പകൽ ദേശത്തോട് ശാന്തമായ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുക. ഇന്ന് പകൽ നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ കാരണം അറിയാമോ? സ്നേഹിത പത്രമെടുത്ത് വായിച്ചേ. കഴിഞ്ഞ ദിവസം നമ്മുടെ എഴുമയിൽ നമ്മുടെ സ്ഥലമാ ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ സ്വന്തം മകൻ അപ്പനെയും അമ്മയെയും ഒരു ദാക്ഷിണ്യം കൂടാതെ വെട്ടിക്കൊന്ന് സംഭവം കേട്ടില്ലേ? ഇന്നലെ ചെറുപടിക്കടുത്ത് നടന്ന സംഭവം കേട്ടില്ലേ? സ്വന്തം മാതാവിനെ മകൻ അടിച്ചു കൊന്നെന്ന്. അതിന് പത്രമെടുത്ത് വായിച്ചാൽ നമ്മുടെ തലമുറ നാശത്തിലേക്ക് പോകുകയല്ലേ?
4ാം ക്ലാസ് മുതൽ എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു, 10ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു. അനേകം കുഞ്ഞുങ്ങൾ കഞ്ചാവിന് അടിമയാകുന്നു, MDMAക്ക് അടിമയാകുന്നു. നമ്മുടെ തലമുറയുടെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ദേശവാസിനിക്തത വിളിച്ചു പറയാം, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ഒത്തിരി രൂപ സമ്പാദിച്ചില്ലെങ്കിലും, അവർക്ക് ഒരു വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിലും ഒരു കാര്യം പറയാം, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറ അവർ സന്തോഷം പ്രാപിക്കാൻ, അവർ സമാധാനമായി ജീവിക്കുന്നതിന് വേണ്ടി ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാകും? ഞങ്ങൾ പറയും, നമ്മുടെ തലമുറകളിൽ അനുഗ്രഹിക്കപ്പെടാൻ ഇന്ന് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ വിദ്യാഭ്യാസം ധന്യമായി തീരട്ടെ, അവർക്ക് വലിയ സമാധാനം ഉണ്ടാകാൻ ഇന്ന് പകൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാകും? ഇന്ന് പകൽ മറന്നു പോകരുത്. അതാണ് ഞങ്ങൾക്ക് ഈ പറയാനുള്ള കാര്യം. അത് കർത്താവ് യേശു അന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ടെന്ന്. ഇന്ന് പകല് ദൈവത്തിന്റെ പേര് വരുന്ന ഒത്തിരി പേരുണ്ട്, യേശുവിന്റെ പേര് വന്ന് കരയുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയും, യേശുവിന് വേണ്ടി ആരും കരയണ്ട, യേശുവിന്റെ പേര് വരുന്ന ആരും കരയണ്ട. ഒരു കാര്യം, നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം. ഇന്ന് പകൽ ദേശസന്നിഗ്ധമായി ഞാൻ വിളിച്ചു പറയുകയാ. നിസ്സാര ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങള് നിസ്സാര കാര്യം പറഞ്ഞാല് അവർ പെട്ടെന്ന് നമുക്ക് സഹിക്കാൻ കഴിയാതെ അവർ ജീവിതം ഒരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ മറന്നു പോകരുത്. അത് കർത്താവ് യേശു കടന്നു പോകുന്ന വഴിക്ക് അങ്ങനെ തലയോടെ എന്ന സ്ഥലത്ത്, ഗോൽഗൊത്ത എന്ന സ്ഥലത്ത് കർത്താവ് യേശുവിനെ അവർ കൊണ്ടുവന്നു. 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവ് യേശുവിനെ അവർ ക്രൂശിക്കുവാനിട വന്നു. ഒരു കള്ളനെ ഇടത്തും ഒരു കള്ളനെ വലത്തുമായി യേശുവിനെ അവർ ക്രൂശിച്ചു. അതിന് ഒരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു. അതിനൊരു കള്ളൻ ഇങ്ങനെ പറഞ്ഞു, പ്രഭു, അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണം. ആ കള്ളനായ മനുഷ്യൻ 2 പേരും ഒരു കൊലപാതകത്തിൽപ്പെട്ടവരായിരിക്കാം, മോഷ്ടത്തിൽ പിടിച്ചവരായിരിക്കാം. അവരെ കൊല്ലുവാൻ വിധിച്ച സകല പരിപാടി തീർന്ന നിമിഷം, അവസാന നിമിഷം ആ മനുഷ്യൻ യേശുവിലേക്ക് താൻ തിരിഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, യേശുവേ, അല്ല പ്രഭു, അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണം. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഇന്ന് പകൽ പാപത്തിന്റെ ഏറ്റവും അകത്ത് ജീവിക്കുന്ന വ്യക്തി ഇന്ന് പകൽ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതിരിക്കുന്നുവെങ്കിലോ, പാപത്തിന്റെ ഏറ്റവും അകത്ത് നിന്ന് ഒരിക്കലും രക്ഷ വരികയില്ലെന്ന് അനേകർ വീതി എഴുതിയെങ്കിലോ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദേശത്തോട് ചങ്കുറപ്പുകളായി വിളിച്ചു പറയാം, ഒറ്റ നിമിഷം യേശുവേ, ഞാൻ പാവിയായ മനുഷ്യനാ, അങ്ങനെ ഓർക്കണമെന്ന് ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാൻ പാവിയാകത്താവേ, ഇന്ന് പകല് അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഇന്ന് പകൽ ഈ രക്ഷ സമാധാന സൗജന്യമായി കൊടുക്കുന്ന ഒരു ദിവസമാണെന്ന് കാര്യം മറക്കരുത്. അതാണ് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയുടെ പ്രത്യേകത, ചെരിപ്പിടാൻ നടക്കണ്ട, ഒരു മലയും കയറണ്ട, ഒരു നോയമ്പ് നോക്കണ്ട. നീ വിളിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒറ്റ ഒരുവരേ ഉള്ളൂ, അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന കാര്യം ഇന്ന് മകൾ മറന്നു പോകരുത്. കർത്താവ് യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവിനെ ക്രൂശിച്ചു. അവസാനത്തോട് രക്തം വരെ ആ കാൽവരിയിൽ ഉറ്റിത്തന്നുകൊണ്ട് അവസാനം താൻ വചനം പറഞ്ഞെങ്ങനെയാണ്, അവൻ ഉറക്കെ വിളിച്ചു, പ്രാണനെ വിട്ടു. എന്താണ് യേശു ഉറക്കെ വിളിച്ചു പറഞ്ഞത്? ഇന്ന് പകൽ ഈ ദേശത്തോട് ശക്തമായ കാര്യം വിളിച്ചു പറയാ. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു തലയോടിടം എന്ന സ്ഥലത്ത് വെച്ച് വിളിച്ചൊരു കാര്യമുണ്ട്. ആ കാര്യം ഇതാണ്, യേശു ഉറക്കെ വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ്, സകല നിവാസികളുമായുള്ളവരെ. ഇന്ന് പകൽ പറയുന്ന കാര്യം ഇതാണ്, സകല നിവാസികളുമായുള്ളവരെ, ഇനി നിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഒരു കർമ്മങ്ങളും സാക്ഷിക്കുന്നില്ല, ഒരു യാഗങ്ങളും സാക്ഷിക്കുന്നില്ല. തന്റെ അവസാനത്തോട് രക്തം വരെ ഉറ്റി തന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, സകലം വൃത്തിയായി. ഇനി നീ മല കയറണ്ട, ഇനി നീ നോയമ്പ് നോക്കണ്ട, ഇനി ഒരു കാര്യം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യണ്ട. നീ എന്തു ചെയ്യണം? ആ യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്,
എന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് യേശു മരിച്ചതെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ വായ കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ ഈ രക്ഷ ഇന്ന് സൗജന്യമായി കിട്ടുന്ന ഒരു പകലാണെന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. ഇതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം അങ്ങനെ കർത്താവ് യേശു മരിച്ചു, അടക്കപ്പെട്ടു. കർത്താവ് യേശുവിനെ അവർ അടക്കം ചെയ്തു. ആ സമയത്ത് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവര് പീലാത്തോസ് അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രഭു, ഇവൻ ജീവിച്ചിരിക്കുന്ന ഒരു കാര്യം മാത്രമുണ്ട്. അതെന്താ പറയാമോ? ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് പട്ടാളക്കാരെ വിട്ടു തരണം. അത് മാത്രമല്ല, വലിയ കാളവണ്ടി ചക്രമുള്ള കല്ലുകൊണ്ട് യേശുവിനെ അടക്കിയ കല്ലറ അടച്ചിട്ട് റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയ മുദ്രയാൽ കല്ലറ മുദ്ര ചെയ്യപ്പെട്ടു. തീർന്നില്ല, പട്ടാളക്കാരെ കാവൽ നിർത്തി. എല്ലാവരും പറഞ്ഞു, സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നു. ഇന്ന് പകൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ദേശത്തിന് വിളിച്ചു പറയാം. യേശു കല്ലറയുടെ അകത്ത് അടഞ്ഞപ്പോൾ, കല്ലറ അകത്ത് ആയപ്പോൾ സകലർ വിളിച്ചു പറഞ്ഞു, സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നു. എന്നാൽ ഇന്ന് പകൽ ഈ ദേശത്തെ അസന്നിഗ്ധമായ ഒരു കാര്യം വിളിച്ചു പറയുക. ഇന്ന് പകലിന് ഈ സുവിശേഷം കല്ലറ കൊണ്ട് അവസാനിച്ച ഒരുവനെ പ്രസംഗിപ്പാൻ ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വരത്തില്ല. കല്ലറ കൊണ്ട് അവസാനിച്ച ഒരുവനെ കുറിച്ച് പാടാനും പറയുവാനും ഞങ്ങൾ ദേശത്ത് കടന്നു വരികയില്ല. നിങ്ങൾക്കറിയാമോ, ലോകം കണ്ട മഹാന്മാരായ അലക്സാണ്ടറും പ്ലേറ്റോയും ജൂലിയസ് സീസറും ഹിറ്റ്ലറും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അബ്ദുൽ കലാമും KR നാരായണൊക്കെ മരണമെന്ന മഹാസത്യത്തിന് മുമ്പിൽ അവരെല്ലാം അടയ്ക്കപ്പെടുവാനാണ് വന്നു. അവരെ കല്ലറകളെല്ലാം കല്ലറകത്ത് അവരെ ഒതുങ്ങുമ്പോൾ, അവരെ കല്ലറയിൽ അടഞ്ഞു കിടക്കുമ്പോഴും ഞാൻ ഉയർത്തി കാണിക്കുന്ന കർത്താവ് യേശുവിന്റെ കല്ലറ 3 ദിവസമേ പള്ളത്തിൽ അവരെ ഒതുക്കുവാൻ കഴിഞ്ഞുള്ളൂ. 3-ാമത്തെ ദിവസം, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവരെ എന്ന് ചോദിച്ചുകൊണ്ട് പാതാളത്തെയും മരണത്തെയും ജയിച്ച ഒരൊറ്റ നേരമുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് പകല് മരണം കൊണ്ട് അവസാനിച്ച അനേകം മഹാന്മാർ നിൽക്കുമ്പോൾ ഞാൻ ഉയർത്തി കാണിക്കുന്ന കർത്താവ് കല്ലറയ്ക്ക് ഒതുക്കുവാൻ കഴിഞ്ഞില്ല, മരണത്തെ തടയാൻ കഴിഞ്ഞില്ല, പാതാളത്തിന് അവർ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. പാതാളത്തെയും മരണത്തെയും ജയിച്ച ഒരു നേതാവുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് പകൽ ആ യേശുവിനെയാണ് ഇന്ന് പകൽ ദേശത്ത് ശക്തമായി ഉയർത്തുന്നത്. അങ്ങനെ കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റു. 3-ാം ദിവസം കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ഏകദേശം 40 ദിവസം കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു വരെ കർത്താവ് യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന സമയത്ത് സകലരും ശിഷ്യന്മാർ യേശുവിനെ കണ്ടു. അങ്ങനെ അവസാനം യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ് അനേക രാജ്യങ്ങളില് കവലതോറും അതുപോലെ പട്ടണം തോറും ഓരോ സ്ഥലങ്ങൾ തോന്നുന്നുകൊണ്ട് യേശുവിനെ എന്തുകൊണ്ടാണ് പ്രസംഗിക്കാൻ കാരണം? യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയൊക്കെ പോകണം, സർവസൃഷ്ടികളോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. സ്നേഹിത, ഒരു പണിയില്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശു പറഞ്ഞ വാക്കിനെ മാനിച്ചുകൊണ്ടാണ് ഈ ദേശത്തെ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. യേശു പറഞ്ഞു പറയണം. അപ്പൊ യേശു കാര്യം പറഞ്ഞു. അവസാനം പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഇന്ന് പകൽ ഒരു കാര്യം പറഞ്ഞതിന്റെ വാക്കുകൾ നിർത്തുക. ഈ ലോകത്തെ എല്ലാവരും പറഞ്ഞ കാര്യമുണ്ട്. എല്ലാവരും മഹാന്മാർ മരിച്ചപ്പോൾ അവർ പറഞ്ഞു കാണും, എനിക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്തേരെ, അല്ലെ എനിക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അതേ പോയപ്പോൾ യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഒരു കാര്യം പറയട്ടെ, അധികം നാള് ഇത് പ്രസംഗിക്കാൻ ഞങ്ങൾ കാണത്തില്ല. അധികം നാള് സ്നേഹിത കള്ളു കുടിക്കരുത്, വെള്ളം പിടിക്കരുത്, മദ്യപിക്കരുത്, കഞ്ചാവ് വലിക്കരുത് എന്നൊക്കെ പറയാൻ അധികം നാള് ഇത് പ്രസംഗിക്കാൻ ഞങ്ങൾ കാണത്തില്ല. കാരണം ഞങ്ങൾ യേശു മടങ്ങി വരാറായി, ഞങ്ങളുടെ യേശു മടങ്ങി വരാറായി. ഇന്ന് പകൽ ഈ 10-ാം ദേശത്തോട് ചങ്കുറപ്പോടെ നമ്മൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ വിളിച്ചു പറയും, ഞങ്ങളുടെ യേശു മടങ്ങി വരാറായി, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരാറായി. ചോദിച്ചു, ദാദാ അതെപ്പോ സംഭവിക്കും? നിന്റെ വരവിനും ലോക അവസാനത്തിനും ആ സമയം പറയാമോ? യേശു സമയം പറഞ്ഞില്ല, യേശു സന്ദർഭങ്ങൾ പറഞ്ഞു. യുദ്ധം, ക്ഷാമം, ഭൂകമ്പങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കണം. യേശുവിന്റെ മടങ്ങി വരവായി. ഇന്ന് പകൽ ലോക രാജ്യങ്ങൾ മുഴുവനും യുദ്ധത്തിന് പ്രതിസന്ധിയിലായിരിക്കുക. ഒരു ഭാഗത്ത്
യുദ്ധം അല്ലെങ്കിൽ ക്ഷാമഭൂമങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറക്കരുത്, യേശു മടങ്ങി വരാറായി. യേശു അതിനു മുമ്പ് ഇന്ന് പകൽ ആ യേശുവിനോടൊപ്പം പറന്നു പോകാൻ, അവരോടൊപ്പം കടന്നു പോകാൻ ഒറ്റ മാർഗം, യേശുപ്പ ഞാൻ പാവിയായൊരു മനുഷ്യനാണ്, എന്റെ ജീവിതത്തിന് ഇന്ന് വരെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിച്ച വ്യക്തിയാ, പാവത്തിന് ഏറ്റവും അടുപ്പത്തിൽ ജീവിച്ചതാ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. ഇന്ന് പകൽ നിങ്ങൾ ഈ ശബ്ദം എവിടെ നിന്ന് ശ്രമിച്ചാലും, ഏത് കെട്ടിടത്തിന്റെ അകത്ത് നിങ്ങൾ ശ്രമിച്ചുവെങ്കിലും ഒരു നിമിഷം യേശുപ്പ ഞാൻ പാവിയാ, അങ്ങ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്റെ പാപത്തെയും ശാപത്തെയും അങ്ങ് ക്രൂശിൽ ഏറ്റെടുത്ത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ മകളായി ജീവിക്കാം. ആ ഹൃദയത്തോടെ കൈ ചേർത്ത് പിടിച്ചേ ഇന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരു നിമിഷം. ഞാൻ ഈ ദേശത്ത് കിടന്ന് ഈ മഴ വന്നിട്ടും ആ മഴ പോകുന്നവരെ ഇവിടെ നിന്ന് ഞങ്ങൾ നിങ്ങൾ പ്രസംഗിക്കാൻ കാരണം ഞാൻ വിശ്വസിക്കുന്നു ഈ ദേശത്ത് യേശു സ്നേഹിക്കുക. ഇന്ന് പകൽ സ്നേഹിത പ്രിയ സഹോദരി, നിനക്ക് വേണ്ടി മാത്രമായിരിക്കും ഞങ്ങൾ ഈ ദേശത്ത് കടന്നു പോകുന്നത്. മറക്കരുത്, നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട് കേട്ടോ. ഇന്ന് പകൽ ഒരു നിമിഷം ആ യേശുവിലേക്ക് ഹൃദയത്തെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും. ജീവിതത്തില് സമാധാനത്തിന് വേണ്ടി നീ ഓടിയില്ലേ? എത്ര രാത്രി നീ ഉറങ്ങാൻ കഴിയാതെ നീ ആയിരിക്കുന്നില്ലേ? എത്ര ഉറക്ക ഗുളിക നീ കഴിച്ചിട്ടും നിനക്ക് ഉറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. യേശു ഇന്ന് പകൽ നിന്റെ അടുക്കൽ വിടുന്ന മകനാ. രോഗത്താൽ ഭയപ്പെടുന്ന വ്യക്തിയാണോ? വ്യക്തിമാർ നിന്നെ തള്ളിക്കളഞ്ഞോ? ഇല്ല. യേശുവിന്റെ സ്നേഹം നിന്നെ മാടി വിളിക്കുക. യേശുവിന്റെ സ്നേഹം നിന്നെ മാറോട് ചേർത്ത് വിളിച്ചു പറയുക. ഒരു കാര്യം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, നാളത്തെ ദിവസം നിനക്കുള്ളതല്ല. ഒരു കാര്യം, അതിനു മുമ്പ് യേശുവേ ഒന്ന് വിളിക്കാൻ ഒന്ന് പറയാൻ കഴിയുമോ? ഒറ്റ നിമിഷം ജീവിതത്തിന്റെ അകത്ത് സമാധാനത്തിന് വേണ്ടി ഓടിയിട്ട് എല്ലാവരും തന്നെ മാറ്റി നിർത്തി തള്ളിക്കളയൊക്കെ നിർത്തുമ്പോൾ, യേശുവേ എനിക്ക് യേശുവിനെ വേണം, എനിക്ക് യേശുവിനോട് ജീവിക്കാൻ ഞാൻ തയ്യാറാകുക. ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം. ഒറ്റ കാര്യം ഞാൻ വാക്കിൽ നിർത്തുക. ഒരു കാര്യം, യേശുവേ ഞാൻ പാവിയായ മനുഷ്യനാണ്. ജീവിതത്തിന്റെ അകത്ത് എല്ലാ താളുകളും തെറ്റി മതി. എന്റെ ജീവിതം ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ കാത്തിരിക്കുക. ഇല്ല സ്നേഹിത, ഇല്ല സഹോദരി, ആത്മഹത്യ ചെയ്യരുതേ. നിന്നെ സ്നേഹിക്കുന്ന യേശു നിന്റെ അടുക്കൽ വരുന്ന മകനാണ്. നിന്നെ സ്വന്തമായി, നിന്റെ കുടുംബത്തെ സ്വന്തമായി യേശു നിന്നെ ഹൃദയമായി യേശു സ്നേഹിക്കുക. അത് ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സുവിശേഷത്തിൽ ഒന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകട്ടെ. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിലേക്ക് ഹൃദയമായി ഞാൻ സ്വാഗതം ചെയ്തു. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ആ കൈ ആ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചേ. യേശുപ്പ ഇന്ന് പകൽ ഈ കേട്ട വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടാണ് അങ്ങയുടെ ഹൃദയം അങ്ങ് തകർക്കപ്പെട്ടത്. ഒരു പുറമല്ല മുഴുവൻ പോലെ കീറപ്പെട്ടത് എന്റെ പാപത്തിന് വേണ്ടിയിലാണെന്ന് അങ്ങ് തലയിൽ മുക്കിലിടം വെച്ചത് എനിക്കുള്ള വിശ്വസിക്കുന്നു. ആ പച്ചപ്പൈ മരക്കുരിശുമായി അവസാനത്തോട് രക്തം ഊറ്റിത്തന്നു എന്റെ പാപത്തിലുള്ള വിശ്വസിക്കുന്ന കർത്താവേ, ഒരു നിമിഷം കർത്താവേ ഇന്ന് പകൽ ഈ ദേശത്തെ ദൈവകരണിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നു പകൽ നാഥ, ആരെങ്കിലും ഈ വചനം കേട്ട ജീവിതത്തിന് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, രോഗത്താൽ ഭാരപ്പെട്ട്, ഭാരപ്പെട്ട് അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടതായിരിക്കുന്നുവെങ്കിൽ ഇന്ന് കർത്താവിന്റെ യേശുവിന്റെ നാമത്തില് രോഗ സൗഖ്യം അവിടെ വ്യാപരിക്കുന്ന കർത്താവേ. എല്ലാ ആത്മഹത്യ പ്രവണതകൾ യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് മാറിപ്പോകട്ടെ. ഒരു വലിയ സമാധാനം ഇപ്പോൾ തന്നെ ഇവിടെ വ്യാപരിക്കുന്ന സ്തോത്രം ചെയ്ത് കർത്താവേ. ഈ പ്രദേശത്തെ ഈ കേൾവിക്കാരെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ചിലരുടെ പേര് അത് ജീവപുസ്തകത്തിൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ ഒഴുകുന്നു. അവൻ രാജാതി രാജാവായി വേഗം വരുന്നു. അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.